കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഈ ആബിദ് ജീവനോടെ ഇരിക്കുമ്പോ അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താടി കരുതിയത് ഞാൻ വെറും ഉണ്ടാക്കനാണെന്നോ? ഒന്ന് നീ അറിഞ്ഞോ, ഈ എന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അഹാന മാത്രമായിരിക്കും. എന്നിൽ നിന്ന് അവൾ അകറ്റാന്ന് നീ മനസ്സിൽ പോലും ഇനി വിചാരിക്കാൻ പാടില്ല. പറഞ്ഞ പുന്നാര മോളെ, ഇപ്പൊ നിന്റെ ഈ പണിയുടെ റിസൾട്ട് എന്റെ കാലായതുകൊണ്ട് മാത്രം ഞാനിതിൽ ഒതുക്കുന്നത്. മറിച്ച് അവളുടെ കാലിത് തറച്ച് കയറിയിരുന്നെങ്കിൽ ഈ പിടുത്തത്തിന്റെ പവർ ഒന്നുകൂടി കൂട്ടി കൊന്ന് കുഴിച്ചു മൂടിയെന്ന് ഞാൻ. അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ പിടുത്തത്തിൽ അഹാനയോടുള്ള സ്നേഹത്തിന്റെ ആഴവും റഫയോടുള്ള വെറുപ്പിന്റെയും കോപത്തിന്റെയും ആഴവും നിറഞ്ഞു നിന്നു. ഒടുവിൽ റഫയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവൻ ആ പിടിവിട്ടു. നിന്റെ ഈ കഴുകൻ കണ്ണുകൾ പോലും ഇനി എന്റെ പെണ്ണിന്റെ മേലെ വീഴാൻ പാടില്ല, കേട്ടോടി പുല്ലേ. ഇനി മേലെ നിന്റെ ഈ തിരുമോന്തയും കൊണ്ട് എന്റെ മുന്നിലും വന്നേക്കരുത്. ഈ കല്യാണം കഴിഞ്ഞുകൊണ്ടേ പൊയ്ക്കോണം ഇവിടുന്ന്. അവളെ പിടിച്ചവൻ റൂമിന് പുറത്തേക്ക് തള്ളി. ദേഷ്യം കൊണ്ട് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്ന ആബിദ് തിരിഞ്ഞിന്ന് അവൻ തന്റെ വാതിൽക്കൽ വീണ്ടും ഒരു ശബ്ദം കേട്ട് റഫിയാണെന്ന് കരുതി കോപത്താൽ മുഷ്ടിയുരുട്ടി. നിനക്ക് മതിയായില്ലേ എന്നു പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ഡോറിന് നേരെ തിരിഞ്ഞതും അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അവനത് ഞെട്ടി. അഹാന? പതിയെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഓർക്കാപ്പുറത്ത് ആബിക്ക തന്റെ നേർക്ക് പൊട്ടിത്തെറിച്ചപ്പോൾ അവൾ ആകെ പേടിച്ച് കണ്ണടച്ച് നിന്നുപോയി. പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ആബിക്കയാണ് അവൾ കണ്ടത്. അത് ആബിക്ക, ഞാനിപ്പോ കാലെങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വന്നതാ, സോറി. അവളുടെ ആ പേടിച്ച് വിക്കി വിക്കിയുള്ള സംസാരം കേട്ട് ആബിദിന് ചിരി വന്നു. ഒറ്റ നിമിഷം കൊണ്ട് മുമ്പുണ്ടായ കോപം മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞില്ലാതായതുപോലെ തോന്നി അവന്. ചിരി പുറത്തു കാട്ടാതെ അവൻ അവളുടെ നേരെ നടന്നു. അത് കണ്ട് തല താഴ്ത്തി പേടിച്ചുകൊണ്ട് അവൾ പുറകിലേക്ക് നടന്നു. ആബിക്ക, ഞാൻ എന്ന് പറഞ്ഞവൾ മുഴുമിക്കുമ്പോഴേക്ക് ഭിത്തിയിൽ തട്ടി അവൾ അവിടെ സ്റ്റക്കായി നിന്നു. പുറകോട്ട് പോകാൻ ഇനി സ്ഥലം ബാക്കിയില്ലെന്ന് ബോധ്യമായ അവൾ പതിയെ പുറകിലേക്ക് കണ്ണോടിച്ച് ആബിദിനെ നോക്കി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽപ്പാണ്. അവന്റെ മുഖത്ത് മിന്നിമറയുന്ന ആ ഭാവം എന്താണെന്ന് അവൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റിയില്ല. അഹാന, അറിയോ ഓക്കെ? പേടിച്ച് വീർത്തിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ അങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്. അവൾ അവനെയൊന്ന് നോക്കി. പേടികൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ഞാൻ അല്ല, ഓക്കെ. പേടിച്ചിട്ടാണ് അവൾ വാക്കുകൾക്ക് വേണ്ടി പരത്തുന്നതെന്ന് ആബിദിന് മനസ്സിലായി. അവളുടെ മുഖത്തെ ഭാവം കണ്ട് ആബിദിന് സത്യത്തിൽ നല്ല കുസൃതി തോന്നി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ ഇരുവശങ്ങളിലായി അവന്റെ 2 കരങ്ങൾ ഭിത്തിയിൽ ചേർത്ത് വെച്ചു. അതും കൂടിയായപ്പോൾ പേടിച്ച അവൾ കണ്ണുകൾ ഇറുകിയടച്ചു. ആബിദ് കുറച്ചു സമയം അങ്ങനെ തന്നെ നിൽപ്പു തുടർന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ശരിക്കും പെണ്ണിനെ കടിച്ച് തിന്നാൻ തോന്നുക കാണുമ്പോ. ആബി കൺട്രോൾ, അല്ലെങ്കിൽ അവൾ പേടിച്ചാ നിപ്പ്, അവൻ മനസ്സിൽ കരുതി. ശേഷം പതിയെ അവളുടെ ചെവിക്കരികിലായി അവന്റെ അധരങ്ങളെ ചലിപ്പിച്ചു. ചുടുനിശ്വാസം തന്റെ ചെവിയിൽ ഏറ്റപ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു ആളലുണ്ടായി. ആ ഷോക്കിൽ അവൾ തന്റെ കണ്ണുകൾ പൊടുന്നതിനെ തുറന്നു. നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഇതുപോലെ എന്റെ മുന്നിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ പേടിച്ചു കുറച്ച് നിൽക്കാൻ പാടില്ല, കേട്ടല്ലോ? ആബിദ് അവളുടെ ചെവിയിൽ പറഞ്ഞു. പെണ്ണിങ്ങനെ പേടിച്ചു കുറച്ച് നിൽക്കുമ്പോൾ മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് ഒടുക്കത്ത മൊഞ്ചാണ്, കടിച്ചങ്ങോട്ട് തിന്നാൻ തോന്നും. അതാ അങ്ങനെ പറഞ്ഞത്. മറ്റാരും എന്റെ പെണ്ണിനെ അങ്ങനെ കാണണ്ട. അഹാന സംശയാർത്ഥത്തിൽ ആബിദിനെ നോക്കി. അവൻ അവളെ നോക്കി ഒരു പുഞ്ചിരി പാസാക്കി. പിന്നെ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് അവൻ ഭിത്തിയിൽ വെച്ച ആ കൈകൾ പതിയെടുത്ത് അവളെ സ്വതന്ത്രയാക്കി. പിന്നെ ഒന്നും ആലോചിക്കാതെ അഹാന ആ മുറിയിൽ നിന്നൊരു ഓട്ടമായിരുന്നു. മെഹന്തി ഇട്ട് കൊടുക്കുമ്പോഴും എൻ്റെ ചിന്ത മുഴുവൻ ആബിക്കയിലായിരുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇക്ക? ഇതിൽ നിന്നും ഞാൻ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ഇങ്ങനെയും എന്നെ കെയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് ഇക്ക? അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ ഈ പെണ്ണിൻ്റെ ഉള്ളം ഒരുപാട് തുടിക്കുന്നുണ്ട്. മോളെ അഹാന, ഇങ്ങനെ ചിന്തിച്ചിരിക്കാനേ ഇത് നിന്റെ കല്യാണമല്ല, പെണ്ണിന്റെ ഇരിപ്പ് കണ്ടില്ലേ? കല്യാണ പെണ്ണിന്റെ ടെൻഷൻ മുഴുവൻ അവളുടെ മുഖത്താ തെളിഞ്ഞെടുക്കുന്നത്. മര്യാദക്ക് വേഗം മെഹന്തി ഇട്, ഞങ്ങൾക്കൊക്കെ ഇടേണ്ടതാ. മാജി പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. പോരാത്തതിന് അവളുടെ വക തലക്കൊരു കൊട്ടും കിട്ടി. ഞാൻ നോക്കുമ്പോഴല്ലേ മനസ്സിലായത്, മെഹന്തി ഇടാനിരുന്ന പെണ്ണിന്റെ കയ്യും പിടിച്ച് ട്യൂബ് തിരിച്ചു കളിച്ച് അഗാധമായ ചിന്തയിലാണ് നമ്മളെന്ന്. അങ്ങനെ നമ്മൾ ആകെ മൊത്തം പ്ലിങ്ങായി. ഒരു വിധത്തിൽ എല്ലാറ്റിനും മെഹന്തി ഇട്ട് കൊടുത്ത് നമ്മൾ വേഗം സ്കൂട്ടായി. ഇന്നാണ് മുഫിയുടെ മൈലാഞ്ചി രാവ്. ഞങ്ങളെല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സായിരുന്നു ഇട്ടത്. പക്ഷേ ഓരോ ആൾക്കാർ വ്യത്യസ്ത കളർ ചൂസ് ചെയ്തു. നമ്മളൊരു പർപ്പിൾ കളർ പ്ലീറ്റ് വെച്ച ചുരിദാറും പർപ്പിൾ ഷെയ്ഡ് തോന്നിക്കുന്ന സ്റ്റോൺ വെച്ച് പിടിപ്പിച്ച വൈറ്റ് നെറ്റിന്റെ ഷോളുമായിരുന്നു ധരിച്ചത്. ഹെയർ പഫ് ചെയ്ത് കെട്ടി. ഇച്ചിരി വലുപ്പം തോന്നിക്കുന്ന ഇയറിങ്സും അതിന് മാച്ചായ ചെറിയ മാലയും ഇട്ടു.
2 കൈ നിറയെ സ്റ്റോൺ വെച്ച ബാംഗിൾസും ഇട്ടു. ഒരു തരത്തിൽ പറഞ്ഞ നല്ല അടിപൊളിയായി ഒരുങ്ങി. അതന്നെ. ഒരുങ്ങിക്കെട്ടി താഴേക്ക് ചെന്നപ്പോൾ നമ്മുടെ ചെക്കൻ നല്ല അടാറ് ലുക്കിൽ ഒരുങ്ങി നിൽപ്പുണ്ട്. നമ്മൾ മൂപ്പരെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയിലേക്ക് കടന്നു. വേറൊന്നല്ല, ഫോട്ടോ എടുപ്പ്. അതില്ലാത്തൊരു ജീവിതം നമുക്കില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങിക്കെട്ടിയത് തന്നെ ഇതിനു വേണ്ടിയാ, അല്ല പിന്നെ. അബി ദേ നോക്കിയേ. സെമീറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് സെമീർ അവരോട് അങ്ങോട്ട് നോക്കാനായി പറഞ്ഞത്. പല പോസിലും തിരിഞ്ഞെന്നും മറിഞ്ഞെന്നും കൊച്ചു പിള്ളേരെ പോലെ ഫോട്ടോക്ക് പോസ് ചെയ്ത് കൊടുക്കുന്ന അഹാനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ ഏതോ ലോകത്ത് അലിഞ്ഞുപോയി. എത്ര സമയം അവളെ തന്നെ നോക്കി അവിടെ നിന്നുവെന്നറിയില്ല. സെമീർ വന്ന് ഷോൾഡറിൽ മുട്ടിയപ്പോഴാണ് സ്വബോധം വന്നത്. ഡാടാ മതി മതി, ഇങ്ങനെ നോക്കി വെള്ളമിറക്കാതെ മോനെ, പാവം, അത് ജീവിച്ചു പൊക്കോട്ടെ എന്ന് സെമീർ അവനോട് പറഞ്ഞപ്പോൾ അവനെ നോക്കി ആബിദ് ഒരു വളിച്ച ചിരിയിരിച്ചു. പെട്ടെന്ന് തന്നെ സെമീറിന്റെ നോട്ടം മറ്റൊരു വശത്തേക്ക് നീങ്ങി. ആബി, നിന്റെ പെണ്ണിന്റെ കാര്യം പോക്കാണ് മോനെ, നീ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞതും ആബിദിന്റെ കണ്ണുകൾ സെമീർ പറഞ്ഞ വശത്തേക്ക് നീങ്ങി. ആദിൽ, അവൻ അവിടെ എൻ്റെ പെണ്ണിനെ തന്നെ നോക്കി നിൽപ്പാണ്. അത് കണ്ടതും എൻ്റെ കാലിൽ നിന്നും തരിച്ച് കയറാൻ തുടങ്ങി. ദേഷ്യം കൊണ്ട് ഞാൻ പല്ലിറുക്കി മുഷ്ടി ചുരുട്ടി വെച്ചപ്പോൾ അത് മനസ്സിലാക്കിയ സെമീർ എൻ്റെ തോളിൽ കൈവച്ചു. അബി കാം ഡൗൺ എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ആ ദേഷ്യത്തിന് ശമനമുണ്ടായില്ല. റബ്ബേ, ഞാനിതെന്ത് പണിയെ കാണിച്ച്? ഞാൻ ഇത്രക്ക് പൊട്ടനാണോ? ഞാനല്ലാതെ ആരെങ്കിലും അവനിത് കാണിച്ചു കൊടുക്കോ? ഇനി എന്തൊക്കെ കാണണം റബ്ബേ. ആ ചെക്കനെ പോയി തല്ലാതിരുന്നാൽ മതിയായിരുന്നു. സെമീർ മനസ്സിൽ സ്വയം പ്രാഗിക്കൊണ്ട് പറഞ്ഞു. കാരണം ആബിദിന്റെ ദേഷ്യം എന്താണെന്ന് സെമീറിനേക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയില്ല. കാരണം 2 ഇരട്ടകൾ പോലെയാണ്. ആബിദ് ആദിലിനെ നോക്കി ദഹിപ്പിക്കുകയാണ്. സെമീർ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അവിടുന്ന് പോകാൻ സാധിച്ചില്ല. ആബിദ് തിരിഞ്ഞ് അഹാനെ നോക്കിയപ്പോൾ മൂപ്പര് കാര്യമായിട്ടുള്ള ഫോട്ടോ എടുക്കൽ പരിപാടിയിലാണ്. അവിടെ ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ തന്നെ ആരായാലും ഒന്ന് നോക്കിന്ന് പോകും. ഇവളുടെ ഫോട്ടോ എടുക്കൽ ഇനിയും തീർന്നില്ലേ, ഇവളെന്ന് ഞാൻ എന്ന് പറഞ്ഞ് സെമീറിന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് പിടിപിടിച്ച് അവൻ അഹാനയുടെ നേർക്ക് നടന്നു. മാജിയും ഞാനും ഫാസിയും ഫറയുമൊക്കെ നല്ല അടിപൊളിയായി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആബിക്ക് അവിടേക്ക് വന്നത്. മൂപ്പര് വന്ന ഉടനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന മാജിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിത്തെറിപ്പിച്ചു. ഞങ്ങൾ 4 പേരൊന്ന് ഞെട്ടി ആബിക്കെ നോക്കി. മൂപ്പരിടക്ക് എന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. ഇങ്ങേർക്ക് ഇതെന്താ വട്ടായോ? ഇതെന്തിനാ എന്നെ ഇങ്ങനെ കലിപ്പിച്ച് നോക്കുന്നത്? ഞാനിങ്ങനെ വല്ലതും എടുത്തോ? ഞാൻ ആബിക്കെ നോക്കി മനസ്സിൽ കരുതി. ആബിക്കെ കണ്ട ഉടനെ അത്രയും നേരം പല വിധത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾ 4 പേരും പക്കാ ഡീസൻ്റായി. ആബിക്ക ഫോണും കയ്യിൽ പിടിച്ച് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. ഡീ, കുറെ നേരമായാലും തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ തിരുമോന്ത ഫ്രെയിം ചെയ്ത് എവിടെ ഒട്ടിച്ചു വെക്കാറാ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്? കോപ്രായം കാട്ടി കാട്ടി മോന്ത അവസാനം തിരിഞ്ഞു പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട, പോയി ഏതൊരു മൂലക്ക് പോയി ഇരിക്കടി. ആബിക്ക മാജിയെ നോക്കിയാണ് പറയുന്നെങ്കിലും അത് കൃത്യമായി എനിക്കിട്ട് കൊള്ളുന്നുണ്ട്. ഞങ്ങളൊക്കെ അന്നം വിട്ട കുന്തം പോലെ നിന്നപ്പോൾ മാജി ഞങ്ങളെയും കൂട്ടി അവിടുന്ന് എസ്കേപ്പായി. ആബിക്ക പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു മൂലക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നു. പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ആദിൽ അവളെയും നോക്കിയിരിക്കുന്ന കണ്ണിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആബിദ് അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞത്. എൻ്റെ പെണ്ണിനെ അങ്ങനെ മറ്റൊരുത്ത് നോക്കി വെള്ളമിറക്കണ്ട. എന്നാലും പെണ്ണിന്ന് മൊഞ്ചത്തി ആയിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ വീണ്ടും അവളുടെ മേൽ പതിഞ്ഞു. ഇത്തവണ അതേ സമയം തന്നെ അവളും അവനെ നോക്കി നിൽപ്പായിരുന്നു. 2 പേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കിയപ്പോഴാണ് ആബിദ് അത് ശ്രദ്ധിച്ചത്. അവൻ പതിയെ അഹാനെ നോക്കി അവൻ്റെ വിരലുകൾ കൊണ്ട് കണ്ണുകൾക്ക് മീതെ വെച്ച് ആംഗി കാണിച്ചു. അത് കണ്ട് സംഭവം എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവന് നേരെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അവൻ വീണ്ടും അതേ ആക്ഷൻ കാണിച്ചപ്പോൾ അവൾ താൻ നിൽക്കുന്നതിന് തൊട്ടു പുറകിലുള്ള കണ്ണാടിയിൽ മുഖം നോക്കി. ആബിക കണ്ണുകൾ തൊട്ടുകൊണ്ട് എന്തോ കാണിച്ചിരുന്നു. ഇതിപ്പോ എന്താ സംഭവം ഓർത്ത് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്നെ മുഴുവനായി ഞാനൊന്ന് വീക്ഷിച്ചു. അപ്പോഴല്ലേ ഞമ്മക്ക് കാര്യം പിടിയിട്ടിയത്. തിരക്കിനിടയിൽ നമ്മൾ കാജലിടാൻ മറന്നുപോയി. അപ്പൊ മൂപ്പര് അതായിരുന്നോ തന്നോട് പറഞ്ഞത് എന്നോർത്ത് കണ്ണിൽ പതിച്ച കൈയെടുത്ത് തിരിഞ്ഞു നിന്ന് ഞാൻ ആബിക്കെ നോക്കി. റബ്ബേ, അങ്ങേരെ നമ്മൾ നോക്കി ചിരിച്ചു കാണിക്കുന്നു. ഇങ്ങേർക്ക് സത്യത്തിൽ പിരാന്തുണ്ടോ? ഒരേ സമയം ദേഷ്യവും ചിരിയും എന്നോർത്ത് അവൾ പതിയെ മുകളിലേക്ക് സ്റ്റെയർ കയറാൻ തുടങ്ങി. നേരെ പോയത് മാജിയുടെ റൂമിലേക്കായിരുന്നു. ഈ സാധനത്തെ എവിടെ കിടക്കുക? കാണുന്നില്ലല്ലോ. അവൾ കബോർഡ് മുഴുവൻ പരതിയിട്ടും കാജൽ എവിടെയും കാണാനില്ല. എന്നാൽ ഇതെവിടെ എന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൂടി തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയതും തൻ്റെ തൊട്ടുപുറകിലായി വന്ന ആൾ തന്നെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള ഷോക്കിൽ ഞാനാകെ പകച്ചുപോയി. പുറകിലോട്ട് വീഴാൻ പോയെന്നെ ആ കരങ്ങൾ സുരക്ഷിതമായി താങ്ങിയിട്ടുണ്ട്. വീഴാതിരിക്കാൻ വേണ്ടി അയാളുടെ ഷർട്ടിൽ മുറുക്കി പിടിച്ച് കണ്ണടച്ച് നിന്നുപോയി. കണ്ണ് തുറക്കുന്നതിന് മുന്നേ ആ സാമീപ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു അത് വേറെ ആരുമല്ല, നമ്മുടെ ആബിക്കയാണെന്ന്. എന്നാലും മൂപ്പരിപ്പ ചെയ്തതിൽ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഞാൻ കണ്ണുരുട്ടി ആബിക്കയോട് പറയാനായി വാ തുറന്നതും മൂപ്പരി കൈകൊണ്ട് എൻ്റെ വാ പൊത്തിവെച്ചു. എന്നിരുന്നാലും എൻ്റെ കണ്ണുകൾ മിഴിച്ച് ഞാൻ മൂപ്പരോടുള്ള കോപം നന്നായി അറിയിച്ചു. പെട്ടെന്ന് മൂപ്പര് എൻ്റെ കൈ മൂപ്പരുടെ കയ്യിലെടുത്തു. കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് നീങ്ങി പതിഞ്ഞ സ്വരത്തിൽ ആബിക്ക പറഞ്ഞു, അതെ,
ഈ കണ്ണുരുട്ടിൽ നിന്ന് ഒട്ടും പവർ പോരാ. അതിങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കണേ. ദേ ഇത് വേണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഒരു സാധനം വെച്ച് തന്നു. ശേഷം ഒരു പുഞ്ചിരി അന്ന് എന്നെ സ്വതന്ത്രയാക്കി മൂപ്പര് പോയി. കുറച്ച് സമയം വരെ ഞാൻ ആ നിൽപ്പിൽ നിന്ന് ഇറങ്ങിയില്ല. എന്തോർത്ത പോലെ ഞാൻ പെട്ടെന്ന് എൻ്റെ കൈകളിലേക്ക് നോക്കി. മൂപ്പര് തന്ന സാധനം എന്താണെന്ന് നോക്കാൻ. എൻ്റെ കാജൽ. പക്ഷേ ഇതെങ്ങനെ മൂപ്പരിക്ക് ഇത് എവിടെ കിട്ടി എന്ന ചിന്തയിലാണ് നമ്മൾ. പിന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണാടി നോക്കി നല്ല അസ്സരായി കാജലിട്ടു. ശേഷം തൻ്റെ പ്രതിബിംബത്തിൽ തന്നെ നോക്കി കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു. ഇതുവരെ തനിക്ക് തോന്നാത്ത എന്തോ ഒരു പ്രത്യേകത ഇന്ന് എൻ്റെ കണ്ണുകൾക്കുള്ളതുപോലെ. ഒരുപക്ഷെ ആബിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. എന്നാലും മൂപ്പര് ചെയ്യുന്നതിലും പറയുന്നതിലും ഒന്നും ഒരു വ്യക്തത ഇല്ലല്ലോ റബ്ബേ. സത്യത്തിൽ ഇക്കാക്ക് എന്നോട്. നാണം കൊണ്ട് ഞാൻ മുഖം പൊത്തി. താഴെ ചെന്ന് ആബിക്ക് പറഞ്ഞ പോലെ ഒരു മൂലക്ക് പോയിരുന്നു. ലവളുമാരും അവിടെ തന്നെയുണ്ട്. മൂപ്പരെ പേടിച്ചിട്ടാണ് തോന്നുന്നു. എന്താ ഒരു ഡീസൻസി. നമ്മളുടെ കണ്ണുകൾ അക്ഷമയായി ആബികയെ തേടിക്കൊണ്ടേയിരുന്നു. നോക്കുമ്പോഴല്ലേ സമീർക്കയുടെ കൂടെ നിന്ന് രണ്ട് കൈയും നെഞ്ചിൽ പിണർത്തി വെച്ച് നമ്മളെ തന്നെ നോക്കി നിൽപ്പാണ്. നമ്മളാകെ പ്ലിങ്ങി പണ്ടാരടങ്ങി. പതിയെ മൂപ്പരുടെ കൈ കണ്ണിന് മുകളിൽ വെച്ച് സൂപ്പർ എന്ന് കാണിച്ചു. കാജലിട്ട് കഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ കണ്ണുകൾ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. ആ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ഞാൻ അവളെ നോക്കി അടിപൊളിയാണെന്ന് കാണിച്ചപ്പോൾ പെണ്ണിന്റെ മുഖം ഒന്ന് കാണായിരുന്നു. നാണം കൊണ്ട് ചുവന്ന് തൊടുത്ത ആപ്പിൾ പരുവത്തിലായിരുന്നു. റബ്ബേ കൺട്രോള് തരണേ. ഒരു നിമിഷം ഞാൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ കോപം കൊണ്ട് എന്നെ അവളെയും തുറച്ചു വെക്കുന്ന റഫയെയാണ് കണ്ടത്. ആബിദിന്റെ നോട്ടം തന്റെ മേൽ പതിഞ്ഞതായി റഫയ്ക്ക് തോന്നി. ആ നിമിഷം തന്നെ അവൾ പത്തി താഴ്ത്തി മറ്റൊരിടത്തേക്ക് പോയി. കാരണം ഇന്നലെ അവന്റെ കയ്യിൽ നിന്ന് നല്ല വെടിപ്പായി കണക്കിന് കിട്ടിയതല്ലേ. ഡാ ആബി, ആ ഫൈസൽ പിന്നെ നിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? റഫയെ നോക്കി ദഹിപ്പിക്കുന്നതിനിടക്ക് സമീർ അവനോടായി ചോദിച്ചു. ഇല്ല സമീർ, മേത്ത ഗ്രൂപ്പിന്റെ CEO മിസ്റ്റർ കരൺ മേത്ത അവരുടെ ഏതൊരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റിന് വേണ്ടി US-ലാണുള്ളത്. സോ നമ്മുടെ പ്രോജക്റ്റ് പെൻഡിങ്ങിലാണ്. ഇറ്റ് മേ ടേക്ക് സം ടൈം. അതുകൊണ്ട് അവൻ കളത്തിലിറങ്ങാൻ തുടങ്ങിയിട്ടില്ല. ആ പ്രൊജക്റ്റ് അവന് തന്നെ കിട്ടണമെന്ന വാശിയിലാണ്. 2-3 തവണ നമ്മുടെ കമ്പനിയിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ പ്രൊജക്റ്റിൽ നിന്ന് കിറ്റ് ചെയ്യാൻ. പക്ഷെ ആബി, അങ്ങനെ ചെയ്ത് നമ്മുടെ കമ്പനിക്ക് ഒരു നല്ല ലോസ് ആയിരിക്കും വരിക. അതിനാര് കിറ്റ് ചെയ്യാൻ പോകുന്നു? അവന്റെ ഒരു ഭീഷണി എൻ്റെ അടുത്ത് വിലപ്പോവില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ഡാ, നിന്നെ മുറപ്പെണ്ണെന്ന് പറഞ്ഞ് നടക്കുന്നവള് നിനക്കൊരു നല്ല പാരയാണല്ലോ. നിന്നെ കിട്ടാൻ വേണ്ടി അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? മോനെ, ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവളെ ഇനി അധികം ഇവിടെ വെച്ച് പൊറപ്പിക്കണ്ട കേട്ടല്ലോ. അത് നിനക്കും നിന്റെ പെണ്ണിന് ആപത്തായിരിക്കും. സമീർ ആബിദിനൊരു താക്കീത് കൊടുത്തു. റഫ, അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ആഗ്രഹിച്ചതൊക്കെ അവൾ എന്ത് വില കൊടുത്ത് നേടിയിരിക്കും. പക്ഷേ എൻ്റെ പെണ്ണിനെ തൊട്ട് കളിക്കാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ സുബീർക്കാക്ക് ആകെയുള്ള ഒരു പെൺതരിയെ ഈ ലോകത്ത് നിന്ന് ഞാനങ്ങ് പറഞ്ഞയക്കും. ഡാ, ഇങ്ങനെയൊന്നും പറയാതെ ആബി. ആബിദിന്റെ ആ വാക്കുകളിൽ ഭയം കൊണ്ട് സമീർ പറഞ്ഞു. പക്ഷേ ആബിദിന്റെ ഞരമ്പുകളിലൂടെ റഫയോടുള്ള പകയും ദേഷ്യവും നിറഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് വേണം സമീർ? നിനക്കറിയില്ലേ അവൾ എന്താ ചെയ്തതെന്ന്? ആ സമയത്തെങ്ങാനും ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ നീ ഇത് കണ്ടോ സമീർ? ആബിദ് അവന്റെ കുപ്പിച്ചില്ലി തറച്ച് മുറിഞ്ഞ കാൽ സമീറിന് നേരെ നീട്ടി. അവൾക്ക് വേണ്ടി എന്ത് വേദന ഈ ആബിദ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാ അതെന്റെ ജീവനെടുത്ത് കളയുന്ന വേദനയായിരിക്കും. ഈ ഉള്ളവൻ നിന്ന് നിൽപ്പിൽ തന്നെ അങ്ങ് ഇല്ലാതായി പോവും. അത്രക്ക് ആഴത്തിലാ ഈ നെഞ്ചിൽ അവൾ പതിഞ്ഞിരിക്കുന്നത്. പറിച്ചെടുക്കാൻ കഴിയാത്തത്രയും ദൃഢമായി. ഈ ആബിദിന്റെ മാത്രം ആഹാന വിട്ടുകൊടുക്കില്ല അവളെ ഒന്നിനും ഞാൻ. അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് ആ മുഖത്ത് നിന്ന് തന്നെ സമീറിന് മനസ്സിലായിരുന്നു. അവനെ സമാധാനിപ്പിക്കാൻ എന്നോണം സമീർ അവന്റെ ഷോൾഡറിൽ കൈ ചേർത്ത് വെച്ചു. അബി, നീ ഇനിയും കാത്തുക്കണം. അവളോട് പറഞ്ഞൂടെ നിന്റെ മനസ്സിലുള്ളതൊക്കെ? സമീർ അവനോട് ചോദിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സമീർ, പലപ്പോഴായി പറയണമെന്ന് തോന്നിയിരുന്നു. അവൾ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ സ്വയം നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായതാണ്. പക്ഷേ എൻ്റെ ഭയം, എൻ്റെ ഇഷ്ടം ഒരു പക്ഷെ അവൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ, അവൾ എൻ്റെ പെണ്ണായ എന്നെ കാത്തിൽക്കുന്ന കഴുകന്മാരുടെ കണ്ണുകൾ അവൾക്ക് നേർക്ക് പതിഞ്ഞാൽ, ഫൈസൽ അവൻ്റെ ബാപ്പയെ ഈ നിലയിലാക്കിയത് ഞാനാണെന്നും പറഞ്ഞ് ആ പക അവൻ എന്നോട് നന്നായിട്ടുണ്ട്. ഒരു പക്ഷെ അതവൻ എൻ്റെ പെണ്ണിനോട് തീർത്താൽ പറ്റില്ല സമീർ അവളെ വേദനിപ്പിക്കാൻ. അതും ഞാൻ കാരണം. അവളെ ഞാൻ സ്വന്തമാക്കിയാലൊക്കെ നേരിടാൻ ഈ ആബിദിന്റെ ധൈര്യം പോരാതെ വരും. അവളോടുള്ള സ്നേഹത്തിൽ ഈ ധൈര്യമൊക്കെ ചോർന്ന് പോകും സമീർ. പറ്റില്ല സമീർ, പറ്റില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.